ഹലോ ഗായ്സ്, എല്ലാവർക്കും കേസ് ഡൈനോസ്റ്റൈലിലേക്ക് സ്വാഗതം. നമ്മൾ പിന്നെയും നമ്മുടെ കോഴിത്തലയൻ ഡിനോസറുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ഫുൾ ഗ്രോത്ത് ആണ്. നമ്മൾ ഫുൾ ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളിങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് പണി കിട്ടി. ആ മുതല കയറി നമ്മളെ ഒന്ന് കടിച്ച് നമ്മുടെ ലൈഫ് മൊത്തം പോയി. നമുക്ക് ലൈഫ് എടുക്കാൻ വേണ്ടി ഇവിടെ റെസ്റ്റ് ചെയ്യും. അവിടെ ആ മുതല വേറൊരുത്തനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുരുപ്പയായിരുന്നു ആ മുതലെന്നെ ചൊറിയാൻ ചെല്ലും. ആ മുതല അവനെ പണിയാൻ ചെല്ലും. അതാണ് നമ്മളതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിവിടെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കും. വയറ്റിലാണ് ഒരു തുള്ളി ആഹാരമില്ല. ഒരു കുരുപ്പ് അങ്ങോട്ട് ഓടിപ്പോന്ന് പോയി. ഇച്ചിരി ഉള്ളു, എന്നാലും അവൻ്റെ അഹങ്കാരം ആ മുതലേനെയൊക്കെ പോയി അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ലൈഫ് അങ്ങ് ഫുള്ളായി. നമുക്കിനി മുതലേനെ ചൊറിയാൻ പോവാം. അവിടെ കുറച്ച് ഫുഡൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എങ്ങനെയും കുറച്ച് ഫുഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അതിൻ്റെ ഇടയിൽ വെറുതെ നിൽക്കുന്നു. കൊടുക്കും. ഈ കുരുപ്പൊക്കെ എവിടെ നിന്ന് വന്നേ? വേറൊരു ഒട്ടാപ്പശിയൊക്കെ ഓടിക്കരുത്. ഒട്ടാപ്പശി വന്ന് മുതലിനെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. മുതലൊക്കെയാണ് 4 വശത്തൊന്നും അടിക്കും. വീണ്ടും ഒരു കൊച്ചൊക്കെ അവനെ തീർക്കാം. കടിയൊന്നും കൊള്ളുന്നില്ല. ഇത് കൊച്ചന്മാർ ഭയങ്കര ഓട്ടം നോക്കി. എൻ്റെ ഓട്ടം നോക്കിയേ. ഒട്ടാപ്പശി ഓടിക്കുവാണ്. മുതലെ കിട്ടിട്ട് കടി കൊടുക്കാൻ നൈസായിട്ട്. ഉണ്ട് വെച്ചടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. മുതലേക്ക് ഡാമേജ് ആകാൻ തോന്നുന്നുണ്ട്. നല്ലത് അതുപോലെ നൈസായിട്ട് വെള്ളത്തോടെ ആ കൊച്ചവനിട്ട് ഒരു കടി കൊടുക്കുക. മോനൊന്നും തോന്നല്ല, അവൻ നമ്മുടെ വർഗ്ഗമാണ്. പക്ഷെ നമുക്ക് ഫുഡ് ഇപ്പം അത്യാവശ്യമാണ്. അല്ലെ നമ്മൾ ഇത്ര അഡൽട്ടാക്കിയിട്ട് നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. അവിടെ ഒന്ന് നിൽക്കടാ. കൊല്ല്. ചത്തി. ഒന്നും തോന്നല്ലേ മോനെ, നിവർത്തികേടുകൊണ്ട. ഇവനെ തിന്നൊന്ന് ആശ്വാസമായാണ്. തിന്ന് ആ മുതല കയറി വരുന്നതിന് മുമ്പ് തിന്നി. ആ മുതലിനെ കാണുന്നില്ല. അവൻ്റെ മണ്ടയ്ക്ക് കയറി കിടപ്പുണ്ട്. അവനവിടെ റെസ്റ്റ് ചെയ്യുക. തിന്ന്. ഇവിടെ ഒരു ഒട്ടാപ്പശി ഉണ്ടായിരുന്നല്ലോ. അവനൊക്കെ ഓടിയെന്ന് തോന്നി. ഒട്ടാപ്പശിനൊന്നും കാണുന്നില്ല. അതെ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അവൻ ചാടി അവനിട്ടൊരു പണി കൊടുത്താലും മോനെ നീ തീർന്നടാ. നീ ആ വെള്ളത്തിൽ ചാടിയത് നിൻ്റെ അബദ്ധം. തീർന്നു. അവനെ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരെ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അഡൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താകും. നമ്മൾ അയ്യോ മുതലുകൾ ആക്രമിച്ചിട്ട് അയ്യോ നല്ല രീതി ബ്ലീഡായേ. അത് അപ്രതീക്ഷിതമായിട്ടുള്ള അറ്റാക്കായിരുന്നു കേട്ടോ. അമ്മമാരവിടെ പതിയും കിടക്കുമായിരുന്നു. പതിയിൽ കിടന്നിട്ട് വന്ന് പണി തന്നെ. റെസ്റ്റ് എടുത്ത് കുറച്ച് ശീലമാണ്. അയ്യോ സാധനം മാറിപ്പോയി. അതല്ല ഹീലാകുന്നുണ്ട്. കുറച്ച് ലൈഫ് കയറി. നമുക്ക് ലൈഫ് കയറാൻ നമുക്ക് പിന്നെ ആ കണ്ണി കാണുന്നവരെ ചൊറിയാൻ പോവാം. ഇത് തന്നെ ഒരു രസമല്ലേ. നമ്മളിപ്പോൾ അഡൽട്ടാണ്. ഫുൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. ഫുൾ ഗ്രോത്ത് ആയിരുന്നു. ലൈഫ് കയറക്റ്റായി ഫുൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. നമുക്കിനി ആരെങ്കിലും ചൊറിയാൻ കിട്ടുമോ നോക്കാം. നമുക്കിനി വേറെ സ്ഥലത്തൊന്ന് പോയി നോക്കാം. ഈ മുതലകൾ ആ വെള്ളത്തിൽ കിടക്കുക. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു ഡെഡ് ബോഡി അല്ലേ? ഇത് മറ്റേ ഒട്ടാപ്പശി. അതിൻ്റെ ഓട്ടം നോക്കിയേ. നിൽക്കടാ അവിടെ. ഇവൻ ആ മുതലേനെ പണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുമായിരുന്നു. അവൻ നൈസായിട്ട് അവിടെ പാത്ത് കിടക്കുമായിരുന്നു. അവൻ കണ്ടില്ലെന്ന് അവൻ്റെ വിചാരം. പക്ഷെ അവൻ എവിടെ പോയി? ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞ് ഇതാണ് കാണാൻ പറ്റത്തില്ല ഇവന്മാർ. അതെ മണ്ടൻ ഓടി എൻ്റെ പുല്ലോട്ട് തന്നെ വന്നു. എൻ്റെ ഓട്ടം നോക്കി. നീ എവിടെ പോയാലും നിന്നെ വിടത്തില്ല മോനെ. നിന്നെ കൊന്നിട്ടേ പോത്തു. അവൻ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും കൊണ്ടിട്ടില്ല. നമ്മൾ ചെയ്തതും ഒന്നും കൊണ്ടിട്ടില്ല. നമ്മൾ തേരാപ്പാര അങ്ങോട്ട് ഓടുന്നതല്ലാതെ ഡാമേജ് ഒന്നും പോയിട്ടില്ല ഇതുവരെ. അവനെ ഓടിച്ച് തളർത്തിയിട്ട് നമുക്ക് കൊല്ലാം. ഇത് എങ്ങോട്ടാണോ ഈ തല? അതേ പോന്നു. അവൻ്റെ ഓട്ടം നോക്കിയേ. അവൻ ഓടി മണ്ടയ്ക്ക് കയറി. മണ്ടയ്ക്കൊന്ന് താഴോട്ട് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയാലും
ആശാൻ അവിടെ പോയി നിൽക്കും. ഓ അവന് ബ്ലീഡായിട്ടുണ്ട് കേട്ടോ. ഓ അവൻ അറ്റാക്ക് ചെയ്യുന്നു നമ്മളെ. കൊല്ല്. ഓ അവൻ ചാടി. അതുകൊണ്ട് അവൻ നല്ലത് ബ്ലീഡായിട്ട് നിൽക്കുക കേട്ടോ. അവൻ ഉടനെ ചാവും. കൊല്ല്. ഓ അവൻ നമുക്ക് ഇങ്ങോട്ട് നല്ല ഇത് പണിയായിരുന്നു ഇങ്ങോട്ട്. താഴോട്ട് വീഴ. ചാവ്. താഴോട്ട് വീണിട്ട് അവൻ ചത്തില്ല. അവൻ ഇത്ര ആയുസ. മോനെ നീ ചത്ത്. നിന്നെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. അയ്യോ. ഇപ്പം പടവായനെ ഒന്നും പറ്റിയില്ല. കയറാനും പറ്റുന്നില്ല. കേറ് പെട്ടെന്ന് കേറ്. കയറാൻ പറ്റുന്നില്ല. കൊടു. ചാടിച്ചാള്. താഴോട്ട് വീണാൽ ചത്തേനെ. എത്തി. നമ്മളോടാ കളി. നമ്മുടെ മൂന്നാമത്തെ കില്ലാണ്. നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാത്തിനും നമ്മൾ കൊല്ലുക. ഒന്നും നോക്കുന്നില്ല. തിന്ന്. അവൻ കുറച്ച് നമുക്ക് ഡാമേജ് തന്നു അത്യാവശ്യം. പക്ഷെ നമ്മളെ കൊല്ലാൻ അവനായി. ഈ ഒട്ടപ്പശി നമ്മളെ കൊല്ലാൻ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കാം. ഇനി വേറെ ആരെങ്കിലും ചൊറിയാൻ കിട്ടുമോ നോക്കാം. നമ്മളിങ്ങോട്ട് വേറൊരുത്തിനെ ഓടിച്ചോണ്ടായിരുന്നു വന്നത്. അവിടെ ആരാണ് നിൽക്കുന്നത്? അവിടെ ഏതൊരു വലിയ ഡിനോസറിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റാമിന കയറിയിട്ട് അങ്ങോട്ട് കയറി ചൊറിയാൻ പോകാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്റ്റാമിന കയറട്ടെ. ഇത് അവിടെ വേറൊരുത്തൻ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ ഇവനെ ചൊറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ഇവൻ ഓടിച്ച് നമ്മളെ അങ്ങ് കടപ്പുറത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഇവൻ അവിടുന്ന് മുങ്ങിയതായിരുന്നു. അവനവിടെ നിൽപ്പുണ്ട്. അവൻ മിക്കവാറും നമുക്കിട്ട് റിവെഞ്ച് എടുക്കാനായിരിക്കും അവൻ്റെ ആ നിപ്പൊക്കെ. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓ അവൻ നമുക്കിട്ട് പണിയാൻ തന്നെ. ഡാ ഓ അവന് കളിക്കാൻ അറിയാമെന്നാണ് തോന്നുന്നു കേട്ടോ. അവൻ അടിക്കുന്നില്ല കൊള്ളുന്നു. നമ്മളടിക്കുന്നൊന്നും കൊള്ളുന്നില്ല. കാര്യം നമ്മളെക്കാട്ടി ചെറുതാണെന്ന് തോന്നുന്നു. അവൻ അഡൽട്ടാണോ? അവൻ അഡൽട്ടാന്ന് തോന്നുന്നു. ഓ നമ്മൾ രാഘവെന്നാണ് എനിക്ക് തോന്നുന്നത്. ചത്തി നമ്മൾ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിരുന്നു ഇത്ര നാൾ. നമ്മളെ അവൻ കൊല്ലാൻ പറ്റും. അയ്യോ നമ്മൾ ചാവുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റ.